രാവിലെ ഇവിടെ നല്ല മഴ. നമുക്കിവിടെ ഗിറ്റാർ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് അങ്ങോട്ട് വിട്ടാലോ? ഞാൻ നേരെ പോവാം. ആദ്യം ഗിറ്റാറിൻ്റെ ആകൃതി മരപ്പലകയിൽ കൃത്യമായി വരച്ചെടുക്കും. അതിനുശേഷം ഒരു കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ആ വരച്ച ഭാഗം വളരെ ശ്രദ്ധയോടെ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായി ഗിറ്റാറിൻ്റെ വശങ്ങൾക്കായുള്ള നേർത്ത മരപ്പട്ടകൾ പ്രത്യേക അച്ചിലിട്ട് വളച്ചെടുക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ഗിറ്റാറിന് നല്ല ബലമേകാൻ ആവശ്യമായ ചെറിയ മരക്കഷ്ണങ്ങളും ക്രോസ് ബാറുകളും പശ വെച്ച് കൃത്യമായി ഉറപ്പിക്കുന്നു. ഇനി ഗിറ്റാറിൻ്റെ മുകൾ ഭാഗവും അടിഭാഗവും നല്ലപോലെ പശ തേച്ച് അച്ചിലേക്ക് വെച്ച് ദൃഢമായി ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് നല്ലപോലെ സെറ്റാവാൻ വേണ്ടി ചുറ്റും പ്രത്യേക ക്ലിപ്പുകളിട്ട് മുറുക്കി വെക്കുന്നു. പശ ഉണങ്ങിയ ശേഷം ഈ ക്ലിപ്പുകൾ ഓരോന്നായി മാറ്റും അവർ. ബോഡി റെഡിയായ ശേഷം അതിൻ്റെ വശങ്ങളിൽ നല്ലപോലെ ചെത്തി മിനുക്കിയെടുക്കും. ഇനി നമുക്ക് ഗിറ്റാറിൻ്റെ കഴുത്ത് അഥവാ നെക്ക് ഭാഗം ഉണ്ടാവും. ഒരു വലിയ മരക്കഷ്ണം പ്ലെയിനർ മെഷീൻ ഉപയോഗിച്ച് ഗിറ്റാറിൻ്റെ നെക്കിൻ്റെ ആകൃതിയിൽ ചെത്തിയെടുക്കുകയാണ്. ശേഷം ഇത് ഗിറ്റാർ ബോഡിയായി പശയും സ്ക്രൂവും ഉപയോഗിച്ച് കൂട്ടി യോജിപ്പിക്കുന്നു. അടുത്തത് ഫ്രൈറ്റ് ബോർഡിൻ്റെ പണിയാണ്. വിരലുകൾ അമർത്തേണ്ട ഭാഗങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തി ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് സുഷിരങ്ങൾ ഉണ്ടാക്കുന്നു. അതിൽ മനോഹരമായ ഡിസൈനുകൾ പതിച്ച ശേഷം ഫ്രൈറ്റ് വയറുകൾ ഓരോന്നായി തല്ലി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഗിറ്റാറിന് ഭംഗി കൂട്ടാനുള്ള സമയമാണ്. ബോഡി നല്ലപോലെ സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് മിനുക്കിയ ശേഷം സ്പ്രേ പെയിൻറ്റിങ് ചെയ്യും. ചുവപ്പും കറുപ്പും ചേർന്ന ആ ഷെയ്ഡ് ഗിറ്റാറിന് പ്രത്യേക ലുക്ക് തന്നെ നൽകുന്നുണ്ടല്ലേ. പെയിൻറ്റ് ഉണങ്ങിയ ശേഷം വശങ്ങളൊക്കെ തുടച്ച് നല്ലപോലെ വൃത്തിയാക്കുന്നു. പിന്നെ അവസാനമായി ഗിറ്റാറിലെ ട്യൂണിങ് കീകളും സ്ക്രൂകളും ഉറപ്പിച്ച് കഴിഞ്ഞ് കമ്പികൾ അഥവാ സ്ട്രിങ്സ് ഓരോന്നായി ഘടിപ്പിക്കുന്നു. ഇത് നമ്മുടെ മനോഹരമായ ഗിറ്റാർ ഇവിടെ പൂർണ്ണമായി കഴിഞ്ഞു.